ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിലെ ബഹദൂർ നഗറിലെ കർഷക കുടുംബത്തിൽ ജനിച്ച സുരാജ് പാൽ സിംഗ് എന്ന ഇന്റലിജൻസ് ബ്യൂറോയിലെ മുൻ ഉദ്യോഗസ്ഥന് അവകാശപ്പെടുന്നയാളെ ആർക്കെങ്കിലും അറിയാമോ? പിന്നീട് ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചയാളാണ്. ഇല്ലല്ലോ. ഇനി നാരായൺ സാഗർ ഹരി എന്ന പുതിയ പേര് സ്വീകരിച്ച ഭോലെ ബാബ എന്ന ആൾദൈവത്തെയോ അറിയാത്തവരൊക്കെ 2 ദിവസമായി അറിയുന്നുണ്ടാവും. യു പിയിലെ ഹാത്രസിൽ സത്സംഗ് എന്ന മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച വാർത്ത പുറത്തു വന്നതോടെയാണ് ഭോലെ ബാബ എന്ന ആൾദൈവത്തെക്കുറിച്ച് നമ്മളിൽ പലരും കേട്ടു തുടങ്ങിയത്. ആൾ ചില്ലറക്കാരനല്ല. ലക്ഷക്കണക്കിന് അനുയായികൾ മാത്രമല്ല, നിരവധി കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. ഹാത്രസ് ദുരന്തത്തിൽ പോലീസ് തിരയുന്ന ഇയാളെക്കുറിച്ച് ആ ദുരന്തത്തിന് പിന്നാലെ ഒരു വിവരവുമില്ല. യു പിയിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും അനുയായികളുള്ള ഇയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതോ രാജ്യം വിട്ടോ എന്ന കാര്യത്തിൽ പോലീസിനും ധാരണയില്ല. ദുരന്തത്തിൽ സംഘാടകർക്കെതിരെ കേസെടുക്കുകയും 4 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത പോലീസിന്റെ FIRൽ ഭോലെ ബാബയുടെ പേരില്ല. സംഭവത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇയാളെക്കുറിച്ചൊരു അക്ഷരവും മിണ്ടിയില്ല. ഇയാളുടെ ആശ്രമത്തിൽ യു പി പോലീസ് പരിശോധന നടത്തിയെങ്കിലും കാര്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഭോലെ ബാബയെ പിടിക്കാനാവാത്തത്? വെള്ളക്കൊട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ചെത്തി വിശ്വാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഈ 60-കാരനെ ദൈവത്തിൻ്റെ മറ്റൊരു രൂപമായാണ് ഉത്തരേന്ത്യക്കാർ കണ്ടത്. ബാബയെ കാണാൻ സത്സംഗ് യോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരച്ചെത്തിയിരുന്നത്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമാണ് ഇയാൾക്ക് ആരാധകർ ഏറെയുള്ളത്. 100 കണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കൊട്ടാര സമാനമായ ആശ്രമം, നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചാരം, മന്ത്രിമാരുൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും ബാബയെ ഒരു നോക്ക് കാണാൻ സത്സംഗുകളിൽ എത്തി. തൻ്റെ സുരക്ഷയ്ക്കായി നാരായണി സേന എന്ന പേരിൽ ഒരു സേന തന്നെയുണ്ട് ഈ ആൾദൈവത്തിന്. ഇതുകൊണ്ടും തീർന്നില്ല. ഭോലെ ബാബയ്ക്കെതിരെ ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളാണ് ഉള്ളത്. ലൈംഗിക പീഡന കേസും ഇക്കൂട്ടത്തിലുണ്ട്. മറ്റാൾദൈവങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഭോലെ ബാബ ഒരുവിധ പബ്ലിസിറ്റി പ്രവർത്തനങ്ങളും നടത്താറില്ല. ഉത്തർപ്രദേശിൽ ആഗ്ര, ഇട്ടാവ, കാസ്ഗഞ്ച്, ഫറൂദാബാദ് എന്നിവിടങ്ങളിലാണ് ഭോലെ ബാബയ്ക്കെതിരെ കേസുകളുള്ളത്. എന്നാൽ ആത്മീയതയുടെ മറവിലുള്ള രാഷ്ട്രീയ സ്വാധീനം മുതലെടുത്ത് ഇയാൾ പ്രാർത്ഥനാ ചടങ്ങുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 1997 പീഡനക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി. പുറത്തിറങ്ങിയ ഇയാൾ പിന്നീട് ജഗത് ഗുരു സാഗർ വിശ്വഹരി എന്ന പേരിൽ ഭോലെ ബാബയായി സ്വയം പ്രഖ്യാപിത ആൾദൈവം ചമയുകയായിരുന്നു. ഉത്തരേന്ത്യയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് അനുയായികൾക്കായി വിവിധയിടങ്ങളിൽ ഇടയ്ക്കിടെ ഇത്തരം സത്സംഗ് സംഘടിപ്പിക്കാറുണ്ട്. അതിൽ ഭക്തർ വാരിക്കോരി നൽകുന്ന പണവും മറ്റുമാണ് ഇയാളുടെ സാമ്രാജ്യത്തിൻ്റെ ആണിക്കല്ല്. സ്ത്രീകളാണ് ഭക്തരിൽ ഭൂരിഭാഗവും. മരിച്ചവരിലേറെയും നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് താനും. ലക്ഷക്കണക്കിന് അണികളുടെ അജ്ഞതയും അന്ധവിശ്വാസവും വിയർപ്പുമാണ് ഇയാളുടെ വളം. നേരത്തെയും അനുവദിച്ചതിലധികം ആളുകളെ പങ്കെടുപ്പിച്ച് സത്സംഗ് സംഘടിപ്പിച്ചതിന് വിവാദത്തിലായിട്ടുള്ളയാളാണ് ഭോലെ ബാബ. 2022 കോവിഡ് സമയത്ത് 50,000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. അന്ന് 50 പേർക്ക് മാത്രമായിരുന്നു അനുമതിയെന്ന് ഓർക്കണം. 121 ജീവൻ പൊലിയാനിടയാക്കിയ ജൂൺ 2 പരിപാടിയിൽ 80,000 പേർക്ക് മാത്രമായിരുന്നു അനുമതി. എന്നാൽ പങ്കെടുത്തതാവട്ടെ 2.5 ലക്ഷത്തോളം ആളുകൾ. ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് എത്തിയിരുന്നില്ല. സംഘാടകർ ഏർപ്പെടുത്തിയ വളണ്ടിയർമാരാണ് കാൺപൂർ കൊൽക്കത്ത ഹൈവേയിലെ ഗതാഗതവും നിയന്ത്രിച്ചിരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഭോലെ ബാബയുടെ കാലുപതിഞ്ഞ മണ്ണ് ശേഖരിക്കാൻ ആളുകൾ ഓടിക്കൂടി. വേദിയിലുണ്ടായിരുന്ന ആളുകൾ ഒരുമിച്ച് പുറത്തേക്കിറങ്ങിയത് അനിയന്ത്രിത തിക്കിനും തിരക്കിനും കാരണമായി. ഇവരെ ബാബയുടെ സ്വകാര്യ സുരക്ഷാ സേന തടഞ്ഞതും തള്ളി മാറ്റിയതുമാണ് ദുരന്തത്തിന് കാരണമെന്നാണ് ചടങ്ങിന് അനുമതി നൽകിയ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. തള്ളി മാറ്റാൻ തുടങ്ങിയതോടെ ആളുകൾ പരിഭ്രാന്തരായി പിന്നോട്ട് നീങ്ങാൻ തുടങ്ങി. നിരവധി പേർ താഴെ വീണത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ഇതോടെ ജനക്കൂട്ടം നിയന്ത്രണം വിട്ടു പോവുകയും തൊട്ടടുത്ത തുറസായ സ്ഥലത്തേക്ക് ഓടുന്നതിനിടെ തെന്നി വീണവരുടെ ദേഹത്തുകൂടി പിന്നാലെ വന്നവർ കയറി ഇറങ്ങുകയും ഇത് ദുരന്തത്തിലേക്ക് നയിക്കുകയുമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. FIRലും സമാന കണ്ടെത്തലുകളാണ് ഉള്ളത്. അനുമതി തേടുമ്പോൾ സത്സംഗിനെത്തുന്ന യഥാർത്ഥ ഭക്തരുടെ കണക്ക് സംഘാടകർ മറച്ചുവെച്ചെന്നും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും സംഘാടകർ സഹകരിച്ചില്ലെന്നും കനത്ത ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കിയെന്നും തെളിവുകൾ മറച്ചുവെച്ചെന്നും FIRൽ ഉണ്ട്. ദുരന്തത്തിന് പിന്നാലെ എവിടെയോ ഇരുന്നൊരു കത്തിലൂടെ ഭോലെ ബാബയുടെ വിശദീകരണം എത്തി. സാമൂഹിക വിരുദ്ധ ഘടകങ്ങളാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് ബാബയുടെ വാദം. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും സ്വയം പ്രഖ്യാപിത ആൾദൈവം പറഞ്ഞു. താൻ വേദി വിട്ട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ദുരന്തമുണ്ടായതെന്ന് അവകാശപ്പെട്ട ഭോലെ ബാബ സുപ്രീം കോടതി അഭിഭാഷകൻ AP സിംഗ് കേസിൽ കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും വിശദമാക്കി. ഭോലെ ബാബയുടെ കാലിൽ തൊട്ട് വന്ദിക്കാൻ അദ്ദേഹം ആരെയും അനുവദിച്ചിരുന്നില്ലെന്നും ആരോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ അപകടമാണ് ഇതെന്നുമാണ് ഇയാളുടെ അഭിഭാഷകൻ AP സിംഗ് പറയുന്നത്.
എന്തായാലും UP സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിനായി ഗവർണർ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ 3-അംഗ സമിതിയെയാണ് നിയമിച്ചത്. 2 മാസത്തിനകം UP സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. ആൾക്കൂട്ട നിയന്ത്രണത്തിനായി ജില്ലാ ഭരണകൂടവും പോലീസ് നടത്തിയ ക്രമീകരണങ്ങളും ഉൾപ്പെടെ കേസിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കും. പ്രതിരോധ നടപടികളും നിർദ്ദേശിക്കും.